അമേരിക്കയിലാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ വിദ്യാഭ്യാസത്തിന് പോകുന്നത്. എന്തേ നമ്മുടെ നാട്, ഒരു കാലത്ത് തക്ഷശിലയും നളന്തയും ഉണ്ടായിരുന്ന ഈ രാജ്യം എന്തേ ഇന്ന് വിദ്യാഭ്യാസത്തിൽ നാണക്കേടാണ്? പേരിന് പറയാൻ പറ്റുന്ന ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം പോലും, ഇന്ത്യയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ലോക റാങ്കിങ്ങിൽ പോലും 200-ാമതാണ്. പുതിയ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഗവൺമെന്റ് 2019 ഇപ്പോഴും ചർച്ച ചെയ്യുന്നതല്ലാതെ ഒരു സ്കൂൾ പോലും ഇത് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഭഗവത്ഗീത ഒരാളും വായിക്കരുത്. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 18-ാമത്തെ അധ്യായത്തിലെ 66 കഴിഞ്ഞ് ബാക്കി ആര് വായിക്കണം, എപ്പോ വായിക്കണം, എന്തിനു വായിക്കണം. പ്രാബല്യത്തിൽ വരാത്ത ഒരു സംഭവവും വായിച്ച് സമയം കളയരുത്. പ്രാണാപാനം വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാഭിപത്മ ഭൂയാസംഗ സ്വഹാവാക്മന ചക്ഷുശ്രോത്രകാണ ചിങ്വാരേതോ ബുദ്ധിയാകൃതി. എന്താ ചൊല്ലണേ? ശുദ്ധമാവണമെന്നാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന വേഷം കണ്ടറിയാൻ ശുദ്ധല്ലാണ്. എത്ര കുട്ടികളിലേക്ക് നമുക്ക് ഇതെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗുരുവായൂർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കുറെ വയസ്സന്മാർ വന്നിരിക്കുന്നു. ഇവർക്കാണോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്? നിങ്ങളുടെ മക്കളോ? അവർക്ക് വേറെ പണിയുണ്ട്. അപ്പൊ നിങ്ങളോ പണിയില്ലാത്തതുകൊണ്ട് വന്നോ? എന്തുകൊണ്ടാണ് ഇന്ന് ആളെടുത്താണ് പഠിച്ചതെന്ന് പറയുന്നത്? പാരമ്പര്യത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഗുരുക്കന്മാരെടുത്ത് പോവുകയാണെങ്കിൽ ആദ്യം അയാളോട് ചോദിക്കാൻ നിങ്ങളുടെ ഗുരുവാരാണ്. അയാൾ പറയാൻ തയ്യാറില്ലാത്ത കുറെ മഹാന്മാർ ഈ ലോകത്ത് മഹാനാണെന്ന് നടിച്ചു നടക്കുന്നുണ്ട്. അവരോട് ചോദിക്കാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? നമ്മളൊക്കെ ചെല്ലുന്ന അങ്ങനെയാണ് അല്ലെ? ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അവിടെ നിർത്തരുത്. ഗുരു ബ്രഹ്മാവാണെന്ന് എനിക്ക് പറയാം, പക്ഷേ ബ്രഹ്മാവ് നേരിട്ട് എന്റെ അടുത്ത് കയറി വരാൻ നമ്മൾ അത്ര പ്രവീണുള്ള ആളാണെന്ന് ആരെങ്കിലും ഒക്കെ ധരിക്കണമെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. സംഘാടകർക്ക് നന്ദി. വിശിഷ്യ എന്റെ സഹോദരൻ, ഇതിന് കാരണക്കാരനായ ശ്രീകുമാർജി, അതിന് കാരണക്കാരായ പാഞ്ചജന്യം ഭാരതം. അടുത്ത കാലത്താണ് പാഞ്ചജന്യം ഭാരതവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത്. അതിന് കാരണക്കാരനായ RRG ഇദ്ദേഹമാണ് എന്നെ പാഞ്ചജന്യം ഭാരതത്തിലേക്ക് പിടിച്ചിറക്കിക്കൊണ്ടത്. ഞങ്ങൾ പണ്ടേയുള്ള ബന്ധമാണ്. ഏകദേശം 2007 മുതൽ നമ്മളെ കൂടെ ഉണ്ട്. ഡൽഹിയിലുള്ള കാലത്ത് പ്രൈം മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്ന കാലത്തുള്ള ബന്ധമാണ്. അന്ന് ഈ ഭാഗത്തുള്ള ആൾ തന്നെയാണ്. TK നായരുടെ അടുത്താണ്, കോട്ടയത്തുകാരൻ. അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ ആയിരുന്നു എന്റെ ജീവിതം. പക്ഷെ കമ്മിറ്റിയില് അതിന് അനുവാദം തരികയും ഈ ഒരു സന്ദർഭത്തിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അഡ്വക്കേറ്റ് രാജഗോപാൽജിയും ചെയർമാൻ PS ഒക്കെ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജനറൽ കൺവീനർ ഉണ്ട് ഇവിടെ കമ്മിറ്റിയുടെ, വിജയകുമാർ. പഞ്ചായത്തിലെ കുറെ ആക്ടിവിറ്റികൾ, ഏറ്റവും കൂടുതൽ മതസമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. അത് ഏതായാലും മാരമനായാലും, ഇതിന് തൊട്ടടുത്ത് റാന്നിയില് കുറേ വർഷങ്ങൾ മുമ്പ് ഇതുപോലൊരു സമ്മേളനത്തിന് ഞാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം അയ്യപ്പ സത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ പ്രവീൺജിയൊക്കെ അത് മുഖാന്തരാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ഈ പഞ്ചായത്തിൽ കുറേ സാധ്യതകളുണ്ട്. ഈ ലൊക്കേഷൻ പമ്പാതീരം എന്ന് പറയുന്നത് വലിയ കഥകളും ഒക്കെ പറയാൻ പറ്റുന്ന വലിയ പഞ്ചപാണ്ഡവന്മാർ യുദ്ധത്തിന് ശേഷം വന്ന് സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ. ആറന്മുളയുടെ പ്രസിദ്ധി, പാർത്ഥസാരഥി എന്നാണ് പറയുക. അപ്പൊ ഗീത പറഞ്ഞു കൊടുത്തിട്ടും പാർത്ഥന് ബോധമുണ്ടായില്ല എന്നാണ്. താൻ തോന്നുന്നത് പോലെ ചെയ്തോ എന്ന് പറഞ്ഞതുപോലെയാണ് യഥേശ്ചതി തഥാ ഗുരു എന്ന് പറഞ്ഞ് നിർത്തിയത്. പിന്നെ ബോധം വന്നത് ആറന്മുള വന്നപ്പോഴാണ്. അതാണ് പാർത്ഥസാരഥി ക്ഷേത്രം ഇവിടെ അർജുനൻ ഉണ്ടാക്കാൻ കാരണം. അപ്പൊ ഒരു ശിഷ്യന് ഗുരുവിന് വേണ്ടി കൊടുക്കാവുന്ന ഒരു ദക്ഷിണ, ഒരു ശിഷ്യന് ഗുരുവിന് വേണ്ടി കൊടുക്കാവുന്ന ഒരു ദക്ഷിണ ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാസം മാത്രം അഹമ്മദാബാദ്, അത് കഴിഞ്ഞ് രാമായണ കാലത്ത് യാഗം നടത്തിയിട്ടുള്ള സ്ഥലമാണ് മൗണ്ട് അബു, അവിടെയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ജോധ്പൂര്, അത് കഴിഞ്ഞ് ഹൈദരാബാദ്, കണ്ണൂര്, കാസർഗോഡ്, ഇന്നിവിടെയാണ്
നാളെ തിരുവനന്തപുരത്ത് ഓർഗനൈസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട് പ്രോഗ്രാം. ഇപ്പൊ പലപ്പോഴും എല്ലായിടത്തും പോയാലും കാണാത്ത ഒരു ക്ഷേത്രമാണ് പാർത്ഥ സാരഥി ക്ഷേത്രം. അതുള്ള നാടാണ്. കരമനയാറിന്റെ തീരത്താണ് നാളത്തെ പരിപാടി. ഇന്ന് പമ്പാ തീരത്താണ്. എല്ലാ നദികളുടെയും തീരം പുണ്യതീരങ്ങളാണ്. കുറെ നദികള് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം. നമ്മൾ ഓരോരാളും കുളിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രമാണ് ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. അത് ചൊല്ലുമ്പോൾ നമ്മൾ അറിയുന്നത് ഭാരതത്തിലെ ഞാൻ കുളിക്കുന്ന കുളിമുറിയിലെ വെള്ളവും ഗംഗയും യമുനയും സരസ്വതിയും എല്ലാം ചേർന്നിട്ടുള്ളതാണ്. പിന്നെന്തിനാ നമ്മള് സംഘത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പ്രയാഗ്രാജിൽ പോയിട്ട് മുങ്ങിക്കുളിക്കണത്? അപ്പൊ ഇതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയാൽ എല്ലാ ദിവസവും ഞാൻ കുളിക്കുന്ന വെള്ളം ഭൂമിയിൽ ചേർന്നില്ലെങ്കിലും ആവിയായി ആകാശത്തിൽ പോയാൽ ചേരും എന്ന് പണ്ട് സയന്റിസ്റ്റുമാരായ നമ്മുടെ കവികള് അതവിടെ ശുദ്ധീകരിച്ചിട്ട്, ഇവിടെ കുറച്ച് മലിനൊക്കെ ഉണ്ടാവും, പക്ഷെ ആവിയാവുമ്പോ ശുദ്ധമാവും. അങ്ങനെ ശുദ്ധമായിട്ട് മുകളിൽ പോയിട്ട് പെയ്യുമ്പോ ഞാൻ ആ മഴ കൊള്ളുമ്പോ ആ വെള്ളം എന്റെ ദേഹത്ത് വീഴുമ്പോ ഞാൻ ചൊല്ലേണ്ട മന്ത്രമാണ് ഈ ഭാരതം ഒന്നാണ് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ എന്നാലും നമ്മൾ കൈലാസത്തിൽ പോകുമ്പോ കാണാം. ഞാൻ കൈലാസത്തിൽ പോയിരുന്നു 2004 ശ്രീകുമാർജിയുടെ ബ്രദർ. ഇപ്പോ അന്ന് ഞങ്ങൾ കൂടെ പോയ യാത്രക്കാരുടെ ഗ്രൂപ്പിലാണ് യാത്ര ചെയ്തത്. ഇപ്പൊ ഇന്ന് പ്രയാഗ്രാജിലും പോയത് ഇന്നലെ ആ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളാണ് കൊണ്ടുപോയത്. അവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഗംഗയും യമുനയും സരസ്വതിയും ഒക്കെ അടുത്ത കാലത്ത് പഞ്ചപാണ്ഡവന്മാര് നടന്നു പോയിട്ടുള്ള സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള ബദ്രീനാഥില് സരസ്വതിയുടെ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് തിരിച്ചു വന്നത്. കേദാർനാഥും ബദ്രീനാഥൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ. എന്റെ പിറന്നാൾ ദിവസം ഞാൻ കേദാർനാഥിലാണ്. ഭാരതത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒന്നിപ്പിക്കൽ മാത്രമല്ല, കേദാർനാഥ് എന്നൊരു ക്ഷേത്രം ഇല്ലായിരുന്നെങ്കിൽ, കേദാർനാഥിൽ അങ്ങനെ ഒരു ക്ഷേത്രം ഇല്ലായിരുന്നെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അത്രയും ദൂരം അവിടെ പോകുന്നില്ല എങ്കിൽ കേദാർനാഥ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ആ സ്ഥലം ഇതിനു മുമ്പ് തന്നെ ചൈനീസുകാരെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. കാരണം ചൈന ബോർഡർ അവിടുന്ന് 30 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ശങ്കരാചാര്യ ക്ഷേത്രം പണിയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ഭാരതത്തിന്റെ ബോർഡർ ഡിഫൈൻ ചെയ്ത്, അന്നത്തെ ഭാരതമല്ല, ശങ്കരാചാര്യരുടെ കാലത്തുള്ള ഭാരതത്തിന്റെ ബോർഡറിൽ കൃത്യമായിട്ടൊരു ക്ഷേത്രം. കാരണം അവിടെ ജനങ്ങൾ പോയാലേ അത് നമ്മുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ സ്ഥലം. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഒക്ടോബർ കഴിഞ്ഞ നവംബറിൽ പോയത് രാമേശ്വരത്താണ്, തെക്ക് ഭാഗത്താണ്. നോർത്ത് നേരെ തെക്കോട്ട് പോയി. അവിടെ രാമേശ്വരം കഴിഞ്ഞാൽ പിന്നെയുള്ള ഐലൻഡ്, പണ്ട് രാമൻ പോയിരുന്ന സ്ഥലം ഫുൾ ഫ്രീ ആണ്, ഒന്നുമില്ല, ഒരു മനുഷ്യനും താമസിക്കാത്ത സ്ഥലമാണ്. അവിടെ ആകെയുള്ളത് അശോക സ്തംഭമാണ്. അവിടുന്ന് ചാടിയാൽ നേരെ ശ്രീലങ്കയിലേക്ക് എത്താം. പക്ഷെ അവിടെ ഇന്നും രാമന്റെ ഓർമ്മയില് രാവണന്റെ ബ്രദറായ, ആരായിരുന്നു രാവണന്റെ ബ്രദർ? അദ്ദേഹത്തിന് രാജ്യം വിട്ടുകൊടുത്തിട്ടാണ് രാമൻ പോയത്. സാധാരണ യുദ്ധം ചെയ്താൽ ആ രാജ്യം ആരാണോ ജയിച്ചത് അയാളുടെ വകയാവുകയാണ് ചെയ്യുക. ഇത് അതല്ല ചെയ്തത്, അദ്ദേഹത്തിന്റെ ബ്രദറിന് വിട്ടുകൊടുക്കുക. പക്ഷെ അഭിഷേകം നടന്നത് ഭാരതത്തിലാണ്, ശ്രീലങ്കയിലല്ല. ആലോചിച്ച് നോക്ക, ഭാരതത്തിന്റെ ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതി എന്നാണ്. അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഭാരതം, ഭഗവാന്മാരുടെ നാട്, ഇന്നും നാശമില്ലാതെ തുടരുന്ന, നമ്മളൊക്കെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കും, കുറേ
മഹാത്ഭുതങ്ങളുള്ള സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കും. മെസപ്പൊട്ടോമിയ, ഗ്രീക്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ പഠിക്കും. പക്ഷെ അത് എവിടെയാണെന്ന് ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചാൽ പോലും അറിയില്ല. കാരണം അതൊക്കെ നശിച്ചു. അവരുടെയൊക്കെ പാരമ്പര്യം നശിച്ചു, ലോകം നശിച്ചു. ചരിത്രം പഠിക്കാത്ത ഒരു രാജ്യം യുണൈറ്റഡ് കിങ്ഡമാണ്. എന്താ അറിയോ? അവിടുത്തെ വ്യക്തികൾ ചരിത്രം പഠിച്ചാൽ അവരുടെ ഇന്നത്തെ രാജാക്കന്മാരെയോ പ്രഭുക്കന്മാരെയൊക്കെ അവർ എതിർക്കും. ഒരു കാലത്ത് വലിയ ധനികമായിരുന്ന ഇത് ഭരിച്ചിരുന്നു അത് ഭരിച്ചിരുന്നു ഒക്കെയല്ലേ ചരിത്രത്തിൽ പഠിക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ പിള്ളേർ ചോദിക്കില്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി നിങ്ങളുടെ ഗതി എന്ന് ചോദിക്കുമല്ലോ. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന രാജ്യം യുണൈറ്റഡ് നേഷൻസിന്റെ കാതലായ പങ്കുണ്ടായിരുന്ന ഒരു രാജ്യം, കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള അവര് ഭരിച്ചിരുന്ന രാജ്യങ്ങളുടെ മാത്രം ഒരു യൂണിറ്റി ഉണ്ടായിരുന്ന രാജ്യം ഇന്ന് അവരുടെ ചരിത്രം പഠിക്കാൻ പോലും നാണം കെട്ട് ജീവിക്കുന്ന ഒരു നാടായി മാറിയിരിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ നിന്നും, ഇന്ത്യയിൽ നിന്ന്, പക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ആ സ്ഥലത്താണ്. അമേരിക്കയിലാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ വിദ്യാഭ്യാസത്തിന് പോകുന്നത്. എന്തേ നമ്മുടെ നാട്, ഒരു കാലത്ത് തക്ഷശിലയും നളന്തയും ഉണ്ടായിരുന്ന ഈ രാജ്യം എന്തേ ഇന്ന് വിദ്യാഭ്യാസത്തിൽ നാണക്കേടാണ്? വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. ഗവൺമെന്റ് ജോലി വിട്ടത് തന്നെ പഠിക്കാനും പഠിപ്പിക്കാനുള്ള താല്പര്യം കൊണ്ടാണ്. പേരിന് പറയാൻ പറ്റുന്ന ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം പോലും, ഇന്ത്യയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ലോക റാങ്കിങ്ങിൽ പോലും 200-ാമതാണ്. പുതിയ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഗവൺമെന്റ് 2019 ഇപ്പോഴും ചർച്ച ചെയ്യുന്നതല്ലാതെ ഒരു സ്കൂൾ പോലും ഇത് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. അരവിന്ദ വിദ്യാമന്ദിരത്തിന്റെ മാനേജ്മെന്റിലെ പ്രമുഖ വ്യക്തികളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോയതുള്ള ബഹുമാനം കൊണ്ട് വന്നതാണ്. മാറ്റം വരുത്താൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഇവിടെയുള്ള ഒരുവിധം എല്ലാ സ്കൂൾസിലും, മല്ലപ്പള്ളിയില് മാർ ധനേഷ്യസ് സ്കൂൾ, പള്ളിക്കത്തോട്, അതുപോലെ തിരുവല്ലയിലുള്ള കുറെ സ്കൂൾസ്, അവിടുത്തെ മെഡിക്കൽ കോളേജ്, ആദ്യമായിട്ട് മൾട്ടിമീഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്ലാസ്സുകൾ എടുക്കണം എന്ന് പത്തനംതിട്ടയിൽ ആദ്യത്തെ വർക്ക്ഷോപ്പ് എന്റേതാണ് ടീച്ചേഴ്സിന്. പക്ഷെ ആരും അത് ഏറ്റെടുത്തില്ല. 2005 ഞാൻ അതിനുള്ള പുസ്തകം എഴുതുന്നത്. 19 വർഷം കഴിഞ്ഞു, ഒരാളും ഏറ്റെടുത്തില്ല. പ്രൊഫസർ കോവിഡ് വന്നപ്പോ എല്ലാരും പഠിച്ചു. ഇങ്ങനൊന്നും പോയാൽ പോരാ, ഓൺലൈൻ തന്നെ വേണമെന്ന്. അപ്പോഴാണ് ആദ്യമായിട്ട് ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നത്. ഈ സിദ്ധാന്തം പണ്ടുണ്ടായിരുന്നു. അത് ഭാരത സർക്കാരിന്റെ ഭാഗമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയപ്പോ ആരും ഏറ്റെടുത്തില്ല. ബസ്സിലെ കണ്ടക്ടർ പോലും ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചിട്ട് ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഇലക്ട്രോണിക്സ് ടിക്കറ്റ് വന്നു. സ്കൂളിൽ നിന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോക്കാണ്. ഒരു ക്ലാസ് മുറി ഉണ്ടാവും, മൾട്ടിമീഡിയ, ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ടീച്ചർമാര് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ മക്കളുടെ കയ്യിൽ ഫോണെങ്കിലും ഉണ്ടാവണ്ടേ. എല്ലാവരും പറയുന്നത് ഫോൺ ഉപയോഗിക്കരുതെന്നാണ്. ഞാൻ ജീവിക്കുന്നത് തന്നെ ഫോൺ ഉപയോഗിച്ചിട്ടാണ്. വൈഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വൈഫൈ ഉണ്ടായാൽ മതി എന്നാണ്. ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് ലോകത്തെ അറിയുക എന്നുള്ളതാണ്. അതറിയാൻ വേറെ മാർഗമൊന്നുമില്ലെന്ന്. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയില്ല. അതാണ് കുഴപ്പം. കത്തി മോശമുള്ള ആയുധമൊന്നുമല്ല, പക്ഷെ കത്തി ഉപയോഗിക്കാൻ അറിയണം. അതിനുള്ള സ്കില്ലുണ്ടാവും. ആ സ്കില്ല് പഠിപ്പിച്ചു തുടങ്ങേണ്ടത് എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയണം. ഇത്രയും പറയാൻ കാരണം, ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രജിത് ജയപാൽ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ആദ്യമായിട്ട് എന്നെ കാണുന്നത്. കാരണം ഞാൻ കോഴിക്കോടിനടുത്താണ്, ഞാൻ ജീവിച്ചിട്ടുള്ള സ്ഥലമാണ്.
യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറേറ്റ് കോഴിക്കോടായിരുന്നു തുടങ്ങിയത്. ഇപ്പൊ ഈ പറഞ്ഞ പുസ്തകമൊക്കെ എഴുതിയത് ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴാണ്. കണ്ണൂരാണ് എന്റെ വീട്. കേരളത്തില് ടീച്ചർമാരെ നന്നാക്കാൻ മാത്രം 4300 കിലോമീറ്റർ സ്വന്തം കാറിൽ ഓടിച്ചിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ പേരിട്ടിരിക്കുന്ന നാവിഗേഷണൽ വർക്ക്ഷോപ്പ് ഫോർ ടീച്ചേഴ്സ് നടത്തിയിട്ടുള്ള ആളാണ്. 5 കാശ് പ്രതീക്ഷിച്ചിട്ടല്ല, എന്റെ കാശ് ഉപയോഗിച്ച് ഞാൻ പെട്രോൾ അടിച്ചിട്ടാണ്. എല്ലാ കോളേജുകളിലും ക്ലസ്റ്റർ ഉണ്ടാക്കി ടീച്ചർമാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ഡിസ്ട്രിക്റ്റ് പോയാലും കുറച്ച് ടീച്ചർമാരെ എന്റെ സ്റ്റുഡന്റ് ആയിട്ട് ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്തിനാ നടത്തിയത്? സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതിന് വേണ്ടിയിട്ടാണ് വാക്ക് വിത്ത് എ സ്കോളർ എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. അത് ഒരു ഗവൺമെന്റ് വരുമ്പോ അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അസാപ്പ് എന്ന് പറഞ്ഞിട്ട്. അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം, അസാപ്പ് എന്നാണ് അതിന്റെ പേര്. പക്ഷെ നടത്തിയത് കേരളത്തിലായതുകൊണ്ട് ഞാൻ അതിന് പേരിടാറുള്ളത് കശാപ്പ് എന്നാണ്. കേരള അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം, കശാപ്പ് പരിപാടി. അതിൽ ചെയ്യുക, ഞാൻ അസാപ്പിന്റെ കോർഡിനേറ്റർ, അടുത്ത കോളേജിലെ കോർഡിനേറ്റർ ഇവിടെ വിളിക്കും, ഇവിടുത്തെ കോർഡിനേറ്റർ അപ്പുറത്ത് വിളിക്കും, രണ്ടാളും വൗച്ചർ എഴുതിയിട്ട് കാശ് മേടിക്കും. ഒരു അഡീഷണൽ സ്കിൽ ഉണ്ടാക്കിയിട്ടില്ല. സ്കില്ലല്ല കാരണം എന്ന് തെളിയിച്ച വ്യക്തിയാണ് ഇദ്ദേഹം, അല്ലെ? സ്കില്ലല്ല കാരണം. അതിനപ്പുറം വേണ്ടത് എന്താണെന്ന് പറഞ്ഞു? ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാന്നാ പറഞ്ഞത്. ഓരോ ഓപ്പർച്യൂണിറ്റി വന്നപ്പോ അത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു, അത് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രസിദ്ധി. പക്ഷെ അതല്ല കാര്യം. നമ്മുടെ മുമ്പിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്. ഞാൻ മാനേജ്മെന്റ് ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടാക്കിയ ഒരു ഫോർമുലയുണ്ട്, അത് എന്റെ ഫോർമുലയാണ്. പി, പെർഫോമൻസ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ പി, പെർഫോമൻസ്. ഇത് ചെയ്യണം. ഇന്ന് ഞാനിവിടെ വന്ന് പ്രഭാഷണം നടത്തണമെങ്കിൽ എനിക്ക് 3 കാര്യങ്ങൾ വേണം. ഒന്ന് സ്കില്ല് വേണം, രണ്ടാമത് വേണ്ടത് ഓപ്പർച്യൂണിറ്റി വേണം. അത് തരാൻ ആളുണ്ടാവും. തരാൻ ആളും ഉണ്ട്, കഴിവുണ്ട്. കേരളത്തിന് അതാണ്. ഇത് രണ്ടും നല്ല പോലെ ഉണ്ട്. പക്ഷെ ഇല്ലാത്തത് ആറ്റിറ്റ്യൂഡാണ്. എന്തിനാണോ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അത് സ്വാമി വിവേകാനന്ദ സ്വാമികൾ വന്നപ്പോ പറഞ്ഞിട്ടുണ്ട്. പണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് തൂഷ്ണീഭാവം. എല്ലാവർക്കും ഉള്ളൊരു ഭാവമുണ്ട്. രാവിലെ ഉണർന്നാലും എഴുന്നേക്കാത്ത ഭാവം. ഉണർന്നിരിക്കുകയാണ്, പക്ഷെ എന്ത് ചെയ്യും? എഴുന്നേക്കില്ല. ഞാൻ സാധാരണ കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, പാൽക്കാരൻ പാല് കൊണ്ടുപോകുന്നതും പേപ്പറുകാരൻ പോകുന്നതും ഓട്ടോറിക്ഷ ഡ്രൈവർ ഓടിക്കുന്നതും ഒക്കെ കേൾക്കാം. അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്നതും കേൾക്കാം. എന്നിട്ടും ബെഡില് ഉറങ്ങല്ല, ഉറക്കം നടിച്ചു കിടക്കുക. ഈ ഉറക്കം നടിച്ചു കിടക്കുന്ന ഭാവത്തെയാണ് തൂഷ്ണീഭാവം. ഭാരതത്തിന്റെ ശാപം തൂഷ്ണീഭാവമാണ്. സ്വാമി വിവേകാനന്ദ സ്വാമികൾ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദ സ്വാമികൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ഉത്തിഷ്ഠത ജാഗ്രത, എഴുന്നേറ്റ് പണി ചെയ്യാൻ. എപ്പോ ഉണരുന്നോ അപ്പോ എഴുന്നേറ്റോണം. നമ്മുടെയൊക്കെ പഴയ നാടൻ പാട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ജീവിതത്തിൽ എപ്പോ ഉണരുന്നോ അപ്പൊ എഴുന്നേൽക്കണം. എപ്പോ ഒരു സാഹചര്യം വരുന്നോ, അദ്ദേഹത്തിന് പ്ലാനിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് പ്ലാനിങ്. അവനവന്റെ പ്ലാൻ ഉണ്ടാവണം, വേണ്ടേ? നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇവിടെ പോകണം എന്ന തോന്നൽ ഉണ്ടാവുമ്പോഴാണ് ബാഗ് പാക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ തോന്നൽ ഉണ്ടല്ലോ, അത് പ്ലാനിങ് ആയി. അത് ഭാരതീയ ശാസ്ത്രത്തില് കുറച്ച് സിദ്ധാന്തങ്ങളുണ്ട്. ഉദ്യമം, റിപ്പീറ്റ് ചെയ്യണം, അപ്പോഴേ എനിക്ക് കേൾക്കുമെന്ന് ഉറപ്പ് വരുന്നു. ഉദ്യമം ഇല്ല, ഉദ്യമമില്ല. ആ പ്ലാനിങ് ഉണ്ട് കുറക്കെ പറയും. പ്ലാനിങ് ഉണ്ട് പറയണമെന്ന്, പക്ഷെ എന്തില്ല? ഒട്ടനെ വരുന്നൊരു സംഭവമാണ് സാഹസം. ആ സാഹസാണ് പറയാനുള്ള കഴിവ്. നോക്കട്ടെ, സാഹസം ഉണ്ടോ നോക്കട്ടെ. ഉദ്യമം, ഉറക്കെ ഉദ്യമം. അത് പറയുന്ന കഴിവ്. പോണം 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 എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, തിങ്ക് 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 ആൻഡ് ബിക്കം തങ്ക് എന്നാ പറയുക. ചിന്തിച്ച് 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 അവസാനം ക്ഷീണിക്കും, ഒരു പണിയും ചെയ്യും. അതുപോലെ ഉദ്യമം കഴിഞ്ഞാൽ ഉടനെ വേണ്ടത് സാഹസമാണ്. അപ്പൊ അദ്ദേഹത്തിന് പ്ലാനിങ് ഇല്ലാത്തതല്ല, പ്ലാനിങ് ഉണ്ട്. പക്ഷെ പ്ലാനിങ്ങിന് സമയം കളയാതെ ഉടനെ തന്നെ സാഹസമാണ്. കാരണം ഈ ഒരു അവസ്ഥയിൽ യാത്ര ചെയ്യുന്ന സാഹസമല്ലേ. അപ്പൊ ഇദ്ദേഹത്തിന് ഉള്ളത് എന്താണ്? സാഹസമാണ്. നമുക്കില്ലാത്തത് എന്താണ്? സാഹസമാണ്. വേണ്ടടോ, എന്തിനാ കഷ്ടപ്പെടുന്നത്? അതാണ് തോന്നൽ. അത് പാടില്ല. ഉദ്യമം,
ഉദ്യമം, സാഹസം. പക്ഷെ അതിന് എന്ത് വേണം? ധൈര്യം, ബുദ്ധി, ശക്തി. ആ ശക്തി എന്ത് ശക്തിയാ? കായിക ശക്തി അല്ല വേണ്ടത്, മനഃശക്തിയാണ്. ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത് ആധാര ആധേയ ഭാവേന സപ്താജ്യാഖ്യതയോരിവാദ. ശരീരവും മനസ്സും ഒരുപോലെ യോജിച്ചിട്ടുണ്ടാവും. ശരീരത്തിന് കുറച്ച് വീക്ക്നെസ് ഉണ്ടായാലും ഒരു കുഴപ്പമില്ല. പണ്ട് അംഗവൈകല്യം എന്നാണ് പറയാറ്, ഇപ്പൊ അംഗവൈകല്യം അല്ല പറയണത്. ഇപ്പൊ എന്താ പറയണത്? ദിവ്യാംഗം. അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ പേരല്ലേ, ഓർഗനൈസേഷന്റെ പേര് ദിവ്യാംഗം എന്നാണ്. ഭഗവാന്റെ അംഗമാണ് അദ്ദേഹത്തിൽ ഇരിക്കുന്നത്, ദിവ്യന്മാരുടെ അംഗമാണ്. നമുക്കൊക്കെ ഭഗവാന്മാരുടെയും ദിവ്യാംഗമുള്ളവരാണ് നമ്മള്. പക്ഷെ നമ്മൾ ദിവ്യാംഗികളല്ല. ആ ബോധം നമ്മൾ നഷ്ടപ്പെട്ടു. എന്റെ ഒരു കവിതയുണ്ട്, ഞാൻ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ എഴുതിയ കവിതയാണ്. അന്ന് ആനന്ദ ബോസ് സാറിന് ഞാൻ ആ കവിത കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഏതോ ഒരു പ്രോഗ്രാമിൽ, നമ്മുടെ ആർ നായർജി നടത്തിയിട്ടുള്ള പ്രോഗ്രാമിലാണ് ഞാൻ ആനന്ദ ബോസിന് എന്റെ ബുക്ക് കൊടുത്തത്. ആ കാലത്താണ് ഞാൻ കവിത എഴുതിയത്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആനന്ദ ബോസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താൻ എന്റെ ഒരു ദിവസം നഷ്ടപ്പെടുത്തി. എന്റെ ഭഗവാനെ, ഒരു കവിതാ പുസ്തകം 27 കവിതകളുള്ള പുസ്തകം കൊടുത്തിട്ട് അവസാനം ഒരു ദിവസം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്റെ കവിത അത്രയും മോശമാണ്. പിന്നെന്തിന് അദ്ദേഹം വായിച്ച് സമയം കളഞ്ഞത് എന്നൊക്കെ ഞാൻ ധരിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ആദ്യത്തെ കവിത വായിച്ചപ്പോൾ തന്നെ ഇതെവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ, ഡോക്ടർ TPS എവിടുന്നോ കട്ടെടുത്തതായത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ നല്ല വായനക്കാരനാണ് ആനന്ദ ബോസ്. ഇത്രയും നല്ലൊരു വായനക്കാരനെ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത്രയും അസാധ്യ വായനക്കാരനാണ്. അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു ദിവസം നഷ്ടപ്പെടുത്തി. കാരണം തന്റെ കവിത എവിടുന്നോ മോഷ്ടിച്ചെഴുതിയതാണെന്ന് തോന്നിയിട്ട് മലയാളത്തിലുള്ള എല്ലാ വാരികകളും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അദ്ദേഹം ഓരോ പേജ് എടുത്ത് അതിനകത്തുള്ള കവിതകൾ തപ്പാണ്. തപ്പി അവസാനം കണ്ടുപിടിച്ചു, ഞാൻ എഴുതിയ എന്റെ മലയാളം കവിതയാണ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയത്. എവിടെ വന്ന് താൻ പണ്ടേ പറയണ്ടേ ഇതും കൂടി ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, എന്റെ ഒരു ദിവസം കളയില്ലല്ലോ എന്ന്. നമ്മളൊക്കെ വായിച്ചിട്ട് തള്ളുന്നേ ഉള്ളൂ, ശ്രദ്ധിക്കില്ല. ശ്രദ്ധ ആവാൻ ലഭത്തെ ജ്ഞാനം. ശ്രദ്ധയാണ് വേണ്ടത്. ശ്രദ്ധ വേണമെങ്കിൽ എന്ത് വേണം? ഈ പ്ലാനിങ്ങിൽ വേണം ഉദ്യമം, സാഹസം. ശ്രദ്ധയില്ലാതെ സാഹസം ചെയ്താൽ അതിസാഹസമാവും. ആ സ്കില്ലും കൂടി വേണം. സ്കില്ലില്ലാതെ സാഹസത്തിൽ നല്ല പമ്പയിൽ വെള്ളമുള്ള സമയത്ത് നീന്തറിയാത്ത ഞാൻ ചാടി എന്ത് ചെയ്യും? 2 പ്രാവശ്യം അങ്ങനെ മരിച്ചിട്ടുണ്ട്. ഇത് 3ാമത്തെ ജന്മം. ഒരു പ്രാവശ്യം കൂടി കാലം വേണ്ടെന്ന് പറഞ്ഞാലേ എനിക്ക് ബാക്കി ഉണ്ടാവുള്ളൂ ജീവിതം. അപ്പൊ സ്കില്ല് വേണം. ആവശ്യമുള്ള സ്കില്ല് നമുക്ക് ഉണ്ടാവും. അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ആ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ആറ്റിറ്റ്യൂഡ് വേണം. നല്ല സ്വിമ്മിംഗ് പൂൾ ഉള്ളവരുണ്ട്, ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്. നല്ല സ്വിമ്മിംഗ് പൂൾ ഓപ്പർച്യൂണിറ്റിയാണ്. കഴിവുണ്ട് നീന്താൻ, പക്ഷെ എല്ലാ ദിവസവും നീന്തില്ല. എന്തേ? ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ട്. ഇനി സ്വിമ്മിംഗ് പൂൾ ഇല്ലാന്ന് വിചാരിക്കൂ, ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് വിചാരിക്കും, തപ്പി കണ്ടുപിടിക്കും. എവിടെയുണ്ടോ അവിടത്തേക്ക് പോകും. അതല്ലാതെ ഇപ്പൊ തിരുവനന്തപുരത്തൊന്നും കോട്ടയത്തൊന്നും പത്തനംതിട്ടൊന്നും എന്റെ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ ആളുണ്ടാവും? ഉണ്ടാവില്ല. ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടന്റ്. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തപ്പി കണ്ടുപിടിക്കും നമുക്ക് വേണ്ടിയിട്ട്. അല്ലെ ഇപ്പം ആർ നായർജിയും പിന്നെ ശശിയൊക്കെ വരേണ്ട കാര്യമുണ്ട്, ശശിയപ്പനൊക്കെ വരേണ്ട കാര്യമില്ല. നമുക്ക് ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടന്റ്. പക്ഷേ അത് പ്രാബല്യത്തിൽ വരുത്താനുള്ള കഴിവ് ഇന്നത്തെ കുട്ടികളിൽ ഇല്ല. സ്കില്ലുണ്ട്, നല്ലപോലെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയാണ് എവിടേക്കാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എവിടെ, എന്ത്, എങ്ങനെ, എപ്പോ, ആരോട്, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ള ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഇല്ല. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലും ഇല്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുണ്ടാക്കിയ കമ്മിറ്റിയിൽ ഏതെങ്കിലും ഒരാള് സ്വാമി വിവേകാനന്ദന്റെ ഇന്ത്യ മൈ എറ്റേണൽ ഇന്ത്യ എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് സംശയമാണ്. അത് വായിക്കണം. വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് വിദ്യാഭ്യാസം, ഒബ്ജക്റ്റീവ് എന്താണ്, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്. 2 തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്. ഒന്ന് മേക്കിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ് ലേണിംഗ് എഡ്യൂക്കേഷൻ, ലൈഫ് ഗിവിംഗ് എഡ്യൂക്കേഷൻ. രണ്ടും വേണം. മെറ്റീരിയലിസ്റ്റിക്കും വേണം, അതുപോലെ തന്നെ വേണം സ്പിരിച്വൽ. ആത്മീയതയും വേണം. ആത്മീയത മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ആത്മീയത മാത്രം ഉണ്ടായ ഈ സ്റ്റേജ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ആവശ്യമുള്ള എല്ലാം സംഭരിക്കാൻ. അതുകൊണ്ടാണ് നമുക്ക് ലക്ഷ്മി ദേവി ഉള്ളത്. അല്ലെങ്കിൽ സരസ്വതി ദേവി മാത്രം പോരെ, എഡ്യൂക്കേഷൻ മാത്രം പോരെ. എന്തിനാ കാശിന്റെ ഭഗവതി ഉണ്ടാക്കിയിരിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് അതാ ചൊല്ലേണ്ടത്. ഏറ്റവും വലിയ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ധൈര്യം, ബുദ്ധി, ശക്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കരാഗ്രേ വസത്തെ ലക്ഷ്മി. ഇങ്ങനെ തന്നെ ചൊല്ലേണ്ടത്. ഇങ്ങനെയല്ല ചൊല്ലേണ്ടത്. കരാഗ്രേ വസത്തെ ലക്ഷ്മി ഇങ്ങനെ തന്നെ ചൊല്ലണം. അപ്പോഴേ കാശാണ് ഭഗവതി എന്ന് പറയുള്ളൂ.
കരമധ്യേ സരസ്വതി. ഇന്നലെ ആരോ ചൊല്ലുമ്പോ കരമൂലേ സ്ഥിത ഗോവിന്ദ എന്നാണ്. എന്തിനാണ് ഗോവിന്ദന് 2 സ്ത്രീകളുടെ മുമ്പ് കൊണ്ടിടണം? കരമൂലേ സ്ഥിത ഗൗരി, അപ്പോഴേ 3 ദേവികളാവുള്ളൂ. കരമൂലേ സ്ഥിത ഗൗരി, എന്റെ ശക്തിയാണ്. ശക്തിയും ധനവും എഡ്യൂക്കേഷനും, ഇത് 3ഉം കയ്യിലാണ്, വേറൊരാളുടെ കയ്യിലല്ല, എന്റെ കയ്യിലാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ ശക്തി എന്റെ കയ്യിലാണ്. ആ ധൈര്യം എന്ന് പറയുന്നത് ബുദ്ധി, ശക്തി. ആ ശക്തി എന്ന് പറയുന്നത് ധനമാവാം, എന്റെ കോണ്ടാക്ട് ആവാം, എന്റെ കണക്ഷൻസ് ആവാം, എന്റെ അറിവാവാം, എന്തു വേണമെങ്കിലും. ഇതൊക്കെ നമ്മളിലുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ എന്ത് പറയും? എന്തിനാണോ ഈ പണിക്ക് പോണേ? ഗവൺമെന്റ് ജോലി, മാസാമാസം ശമ്പളം, അതൊക്കെ ഇട്ടിട്ട് താൻ എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കണേ? നാണക്കെട്ടല്ലേ? ആണ്, നാണക്കെട്ടാണ്. പിന്നെ എന്തിനാ? അതാ എനിക്കിഷ്ടം, എന്റെ ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യണം. പിന്നെ എപ്പോഴാ ചെയ്യത്? റിട്ടയർ ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് താമസിക്കാന്ന്. ആർക്കറിയാം റിട്ടയർ ചെയ്താൽ നാട്ടിൽ പോയി താമസിക്കാൻ പറ്റും? അതിനു മുമ്പ് കൃഷ്ണരാമ ഗോവിന്ദ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ICU എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും. പിന്നെ അവിടുന്ന് ICU തന്നെയാണ്, പിന്നെ ആരും കാണില്ല. എന്തിനാ അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് പോകുന്നത്? ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ആരെങ്കിലും എന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോ അവരെ തട്ടിത്തെറിപ്പിക്കാനുള്ള കഴിവ്, അതാണ് പരാക്രമം. ഞാൻ എന്റെ വഴിയിലൂടെ പോകുമ്പോൾ ആരെങ്കിലും കാല് നീട്ടി എന്നെ താഴ്ത്തിട്ടാൽ വീഴേണ്ടി വരും ചിലപ്പോ. പക്ഷെ എഴുന്നേറ്റാൽ ആരാണോ എന്നെ തടഞ്ഞു നിർത്തിയത് അവരെ പാഠം പഠിപ്പിച്ചിട്ടേ മുന്നോട്ട് പോവുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ഭാരതീയ ശാസ്ത്രത്തിൽ ഭഗവാന്മാർക്ക് ഒരു കയ്യിൽ ആശീർവാദവും അഗ്രതശ്ചതുരോ വേദ, 4 വേദങ്ങളൊക്കെ കൊടുത്ത് നല്ല ആശീർവാദമൊക്കെ കൊടുക്കാം. പക്ഷെ അത് നടക്കില്ല എന്ന് തോന്നിയാൽ പോത്തിനോട് വേദോതിട്ട് കാര്യമില്ലെന്ന് പറയില്ലേ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? കൊടുക്കേണ്ടടുത്ത് കൊടുത്തോളാനാ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണോ ആയുധം ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ടാണ് ഭഗവാന്മാരൊക്കെ പിന്നിൽ ആയുധം വെച്ചിട്ടുള്ളത്. ഏത് ഭഗവതിക്ക, ഏത് ഭഗവാനാ ആയുധമില്ലാത്തത്? അതുകൊണ്ട് നല്ലപോലെ കാച്ചിക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്നത്. ആ ധൈര്യം നമുക്കുണ്ടായിരുന്നു, ഇന്നില്ല. ഇന്ന് ഭയപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. ജീവിക്കാൻ ഭയം. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലം എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല. വിദ്യ നല്ലപോലെ ഉണ്ട്, അത് അഭ്യാസം മാത്രമായി മാറി. വിവരമില്ല, വിവേകമില്ല. അറിവ് വേണ്ടത് ജീവിക്കാനുള്ള അറിവാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. എൻ്റെ അടുത്തൊക്കെ സിവിൽ സർവീസിലൊക്കെ വരുന്ന കുട്ടികളോട് ആദ്യം ചോദിക്കാൻ ചായ ഉണ്ടാക്കാൻ അറിയുമോ? ഇല്ല പറയും. IAS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അടുക്കള സർവീസ് ആണ്. നേരെ പോയി അടുക്കളയിൽ ചായ ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി ക്ലാസ്. അത്യാവശ്യമായിട്ട് പഠിക്കണം. ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കാത്ത മനുഷ്യൻ അതിങ്ങനെ ഫീഡ് ചെയ്യാണ്. അത് പോരാ, അത് മാറ്റണം. അപ്പൊ എന്താണോ എനിക്ക് തടസ്സമായി നിൽക്കുന്നത്? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ഷഠേതേ, ഈ 6 കഴിവുകൾ എവിടെയൊക്കെ ഉണ്ടോ, ഷഠേതേ എത്ര വർത്തന്തേ, എവിടെയാണോ ഉള്ളത്, ഭഗവാൻ തത്ര പ്രകാശിയത്, അവിടെ ഭഗവാൻ ഉണ്ടാവുന്നു. ഒരു ക്ഷേത്രത്തിലും പോകേണ്ട കാര്യമില്ല. ഈ കഴിവുള്ള വ്യക്തികൾ എവിടെയുണ്ടോ, നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ നമ്മളോട് ഭഗവാൻ ചോദിക്കും, ഞാനും വരട്ടെ നിന്റെ കൂടെ. ക്ഷേത്രത്തിൽ പോയി എന്താ കിട്ടിയത്? ഗുരുവായൂരിൽ പോയി എന്തായിരുന്നു? എന്താ തിരക്ക്. ഇപ്പൊ തിരക്ക് കാണാനാണോ ഗുരുവായൂർ പോണത്? എന്തിനാ പോണെന്ന് അറിയില്ല, ഒബ്ജക്റ്റീവ് അറിയില്ല. എന്തിനാ സ്കൂളിൽ പോണത്? അറ്റൻഡൻസ് കിട്ടാൻ. അറ്റൻഡൻസ് കിട്ടിയിട്ട് എന്താ ചെയ്യാം? അറ്റൻഡൻസ് എന്നൊരു സ്വഭാവം ഇല്ലെങ്കിൽ സ്കൂളുകളില്, ക്ലാസ്സുകളിൽ പിള്ളേർ ഇരിക്കും? ഇല്ല. താല്പര്യമില്ല. പഠിക്കാൻ വേണ്ടത് അത്യാവശ്യമായിട്ട് താല്പര്യമാണ്. അപ്പൊ നമ്മൾ മാറ്റണം. വളരെ സന്തോഷമുണ്ടായി പ്രജിത് ജി പറഞ്ഞത്, വിദ്യാഭ്യാസത്തിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അത് നമ്മളുടെ അപ്രോച്ച്, ഓരോ മനുഷ്യനോടുമുള്ള ഹ്യൂമാനിറ്റീസ്, ബീയിങ് ഹ്യൂമൻ, ഹ്യൂമൻ ബീയിങ്, മനുഷ്യത്വമുള്ളവരാകുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത്. അല്ലെങ്കിൽ എന്ത് പറയും? മനുഷ്യരൂപേണ മൃഗശ്ചരന്തി, മനുഷ്യനെ പോലെ അതാ ഒരു മൃഗം പോകുന്നു. ഒരു ഗുണമില്ല. മനുഷ്യത്വമില്ലാത്ത മനുഷ്യനെ എന്ത് പറയണം? മൃഗം എന്ന് പറയണം. ഏത് രൂപത്തില്? മനുഷ്യരൂപത്തിലുള്ള മൃഗം. മനുഷ്യരൂപേണ മൃഗശ്ചരന്തി എന്നാണ്. അത് പോരാ, മനുഷ്യനാണ്. പിന്നെ രണ്ടാമത് വേണ്ടത് എന്താണ്? മനുഷ്യന്റെ ഗുണം ഹ്യൂമൻ ബീയിങ്. നെക്സ്റ്റ് സ്റ്റെപ്പ് സോഷ്യൽ ബീയിങ് എന്നാണ്. നമ്മളൊക്കെ ജനിക്കുന്നത് വ്യക്തികളായിട്ടാണ്. ആ വ്യക്തി
ഒരു സമൂഹത്തില് ഒരു രാജ്യത്തിലെത്തുമ്പോ പൗരനായിട്ട് മാറും. ഒരു ഇൻഡിവിജ്വല് ബിക്കംസ് എ സിറ്റിസൺ എന്നാണ്. ഭാരതം എന്റെ രാജ്യമാണ് എന്നുള്ള ബോധം. ഞാൻ ജീവിക്കുന്ന സമൂഹം, ഞാൻ ജനിച്ചത് ഹിന്ദു സമൂഹമാണ് എന്നുള്ള ബോധം. പലരും, ഞാൻ ടി കെ നായരൊക്കെ ഉള്ള സമയത്ത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയില് റോയല് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്താണ് ടി കെ നായർജി അഡ്വൈസർ ആയിട്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ പൊസിഷൻ അദ്ദേഹമാണ് എന്നെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഈ നായർ സർവീസ് സൊസൈറ്റിയിലൊക്കെ പിടിച്ച് ആഗോള നായർ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ഞാനും സെക്രട്ടറി ആർ നായർജിയും വന്ന് എന്നെ പിടിച്ചിട്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ജോലിയിലിരിക്കുമ്പോ ഈ കമ്മ്യൂണിറ്റി ഒക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാനാ പറയുന്നത് ചെയ്തോ, കാരണം അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, എനിക്ക് എന്താ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഉത്തരം കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. ഞാൻ സയന്റിസ്റ്റ് അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് പോലീസ് അസോസിയേഷനോട് എനിക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഉണ്ടോ? നമ്മൾ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മറ്റേ ഗ്രൂപ്പിനോട് നമുക്ക് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും അവരവരുടെ, ഞാൻ എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്നത് കൊണ്ട് അടുത്ത വീട്ടുകാരെയൊക്കെ എതിർക്കണം എന്ന് വല്ല ആഗ്രഹമുണ്ടോ? ഇല്ല. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലായതുകൊണ്ട് ബാക്കി പൊളിറ്റിക്കൽ പാർട്ടി പറയുന്ന ഒക്കെ തെറ്റാന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അത്യാവശ്യമായിട്ട് എല്ലാവരെയും എന്റെ ഈക്വലായിട്ട് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ, എനിക്കൊന്നും അന്നത്തെ പത്മനാഭന്റെ പ്രഭാഷണം എനിക്ക് 5 or 6 ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബിലായിലും അവിടെ ഇവിടെയൊക്കെ നമ്മുടെ കാലത്തുണ്ടായിരുന്നതിന് ശേഷം ആരും കേരളത്തിൽ, എന്റെ നാട്ടിലുള്ള NSSകാർ പോലും എനിക്ക് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, എന്നെ അറിയൂല അവർക്ക്. അതേ സമയത്ത് എന്റെ നാട്ടില് ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 100ാം വാർഷികം അടുത്ത കാലത്ത് പാഞ്ചജന്യത്തിന്റെ ഭാഗമായിട്ട് വത്തിക്കാനിന് ശേഷം നടത്തിയത് ഡൽഹിയിലാണ്. അത് എന്റെ ചെയർമാൻഷിപ്പും അദ്ദേഹത്തിന്റെ സെക്രട്ടറിഷിപ്പും ഉള്ള അസോസിയേഷനാണ് നടത്തിയത്, പാഞ്ചജന്യാണ് നടത്തിയത്. ഇനി അടുത്ത് നടത്താൻ പോകുന്ന ചെന്നൈയിലും മാർച്ചില് പ്രധാനമന്ത്രി പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. മാർച്ചില് ചെന്നൈയിലാണ്. അത് കഴിഞ്ഞാൽ മെയ്യില് UK നടത്തുന്നുണ്ട്. അതിന്റെ ഭാരവാഹികൾ ഇന്ന് എന്നെ കാണാൻ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. UK നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഡിസ്കഷന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ആർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അത് ലോകാനാം ഉപകാരായ യതത് സർവം പ്രദർശിതം, ലോകത്തിന് ഉപകാരപ്രദമാവുന്ന തരത്തിലേക്ക് മാറ്റം നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരും. ചിന്തകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിനുള്ള ആരോഗ്യമുണ്ടാവും. വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ നാട്ടുകാരനാണ് നിത്യചൈതന്യേതി, പത്തനംതിട്ടക്കാരൻ. ഞാൻ സ്വാധ്യായത്തിലൂടെ ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ടുള്ളത് യതിയുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ. അദ്ദേഹത്തിന്റെ യതിചരിതം എഴുതിയ ഷൗക്കത്തൊക്കെ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് കാലിന്റെ മൂലക്കുണ്ടായിരുന്നത് ജോസഫും തലയുടെ ഭാഗത്തുണ്ടായിരുന്നത് ഷൗക്കത്തുമാണ്. അപ്പൊ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് നമ്മൾ നടത്തുന്നത് വെറും വാക്കിലല്ല, പ്രവൃത്തിയിൽ പോലും. യതി എന്ന മുനി മഹർഷി മരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ജോസഫും മറ്റേ ഭാഗത്ത് ഷൗക്കത്തുമാണ്. ആ ഷൗക്കത്താണ് യതിചരിതം എന്ന പുസ്തകം എഴുതിയത്. ആ ഷൗക്കത്ത് എന്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിതത്തില് ഏത് സംഭവങ്ങളൊക്കെയാണോ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തുന്നത് അതിനാണ് പ്രാധാന്യം. ഭഗവത്ഗീത ഒരാളും വായിക്കരുതെന്ന്, ഒരാളും വായിക്കരുത്. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 18ാമത്തെ അധ്യായത്തില് 66 കഴിഞ്ഞ് ബാക്കി ആര് വായിക്കണം, എപ്പോ വായിക്കണം, എന്തിനു വായിക്കണം. പ്രാബല്യത്തിൽ വരാത്ത ഒരു സംഭവവും വായിച്ച് സമയം കളയരുതെന്ന്. ഭഗവത്ഗീതയൊക്കെ കഴിഞ്ഞിട്ട് അർജുനൻ തന്നെ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് രണ്ടാമത്, ഉത്തരഗീത എന്നൊരു ഗീതയിൽ ഇതൊന്നും കൂടി പറഞ്ഞു തരുമെന്ന്. എക്സാമിനേഷന്റെ ടെൻഷൻ പോകുന്നതിന് മുമ്പ് പരീക്ഷയ്ക്ക് പഠിപ്പിക്കുന്നത് പോലെ യുദ്ധക്കളത്തിൽ ഇരുന്നിട്ട് ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അവസാനം പറഞ്ഞ യഥേച്ഛതി തഥാകുരു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. കൃത്യമായിട്ട് ഒന്നും കൂടി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ചകാലേ ബഹുവശ്ച വിഘ്നോന്ന്. അനന്തശാസ്ത്രം കുറേ പഠിക്കാനുണ്ട്, ബഹുവേദിതവ്യം കുറേ വേദങ്ങളുണ്ട്, അല്പശ്ചകാലേ നിനക്ക് കുറച്ചു കാലം കൂടി ബാക്കുള്ളൂ. 33.5 കൊല്ലം കൂടിയേ യുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം? ബഹുവശ്ച വിഘ്നം, കുറേ വിഘ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇതിനൊന്നും സമയം കളയരുത്. കൃത്യമായിട്ട് അറിയാൻ സാധിക്കണമെന്നാണ്. അറിയേണ്ടത് നമുക്ക് അറിയുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തില് യൂത്ത് പാർലമെന്റാണ് പ്രോഗ്രാം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ചെയ്യുന്ന പല കോഴ്സുകളുടെയും, അത് എഞ്ചിനീയറിംഗ് ആയാൽ പോലും, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. കാസർഗോഡ് ഒരു ഇന്റർനാഷണൽ സ്കൂളിന്റെ തുടക്കത്തിലുള്ള എക്സിക്യൂട്ടീവ് ഫൗണ്ടർ ഡയറക്ടർ ആയിരുന്നു. കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ ICFI എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ആണ്, സിക്കിമിലൊക്കെയാണ്.
അപ്പൊ നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസത്തിൽ എന്തിനാ ഇത് പഠിപ്പിക്കുന്നത്, ഏതൊരു സിനിമയിൽ തിരികെ ചെയ്തു എന്തിനാ പഠിക്കണമെന്ന് ചോദിക്കുന്നല്ലേ. ഇത് എന്തിനാ പഠിക്കണമെന്ന് പോലും അറിയില്ല പിള്ളേർക്ക്, അത് പറയാൻ ടീച്ചേഴ്സിനും അറിയില്ല. അപ്പൊ എല്ലാത്തിനും ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഉണ്ടാവണം. എന്തിനാണ് പഠിക്കുന്നത്? നമ്മുടെ എല്ലാ കോഴ്സുകളും എടുത്താൽ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ കുറെ പോപ്പുലേഷൻ ഉണ്ട്, ലോകത്താകമാനം നോക്കിയാൽ പല വിഷയങ്ങൾക്ക്, ഞാൻ വിഷയങ്ങളുടെ പേര് പറയുന്നില്ല കാരണം അത് പഠിക്കുന്നവർക്ക് വിഷമമുണ്ടാവേണ്ടാച്ചിട്ടാണ്, അത് പഠിപ്പിക്കുന്നവർക്ക് വിഷമമുണ്ടാവും. പല കോഴ്സുകളിലും ഇൻക്ലൂഡിംഗ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ 4% കുറവാണ് ഇന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. പിന്നെ എന്തിനാ പഠിക്കണം? എന്തിനാ പഠിക്കണേ? എന്തിനാ പഠിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ, 10ാം ക്ലാസ്സിൽ കുറെ കുട്ടികൾ തോറ്റിരുന്നെങ്കിൽ, 12ാം ക്ലാസ്സിൽ കുറെ കുട്ടികൾ തോറ്റിരുന്നെങ്കിൽ, കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ, നമ്മുടെ തൊട്ടടുത്ത ടൗണിൽ എത്ര പിള്ളേര് പണിയില്ലാണ്ട് തണ്ടുണ്ടാവും. അവരൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കും, സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കും. അപ്പൊ അവരെയൊക്കെ കൂട്ടിയിടാനുള്ള ഗവൺമെന്റിന്റെ ഒരു സെറ്റപ്പാണ്, സോഫ്റ്റ് ജയിലാണ് വിദ്യാഭ്യാസം. അവിടെ നിൽക്കുന്ന മാഷന്മാര് പഠിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വാർഡന്മാരായിട്ട് ഇരുന്നാൽ മതി, അവരാ 4 കൊല്ലെങ്കിലും കൂട്ടിയിടാലോ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത്. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെയെങ്കിലും ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടക്കും. പല സ്ഥലത്തും പറയാറുണ്ട് ക്യാമ്പസ് സെലക്ഷൻ നല്ല പോലെയാണ്. ഞാൻ വരുന്ന വഴിക്കേ കണ്ടു, എല്ലാ പെണ്ണും ഒരാണിനെയോ ഒരാണും പെണ്ണിനെയോ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട്, അതാണ് ക്യാമ്പസ് സെലക്ഷൻ. അതൊക്കെ അസലായിട്ട് നടക്കണ്ടാവും, പക്ഷെ ജോലിയൊന്നും കിട്ടില്ല. അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് എംപ്ലോയബിൾ ആയിട്ടുള്ള, ജോലി കിട്ടാൻ സാധ്യതയുള്ള, വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വലിയ കമ്പനിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് 300 പേരെ IIT-യിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ട് അവസാനം ഞാൻ എഴുതി കൊടുത്തു, ഇവർക്കൊന്നും വരില്ല, അവരാരെ അപ്പോയിന്റ് ചെയ്യണം, കൊള്ളില്ല, അറിയില്ല, ബേസിക് ആയിട്ടുള്ള കാര്യം അറിയില്ല. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കാനുള്ള കഴിവ് കുറവാണ് ടീച്ചേഴ്സ്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണ്. എന്താ കാരണം? ഞാനൊക്കെ നാട്ടിൽ പോകുമ്പോ എന്നെ കാണാൻ വരുന്ന ഒരാൾ പറയും, ഓ നമ്മളെ ക്ലാസ്മേറ്റ്സ് ആണ്. എന്റെ ചേട്ടൻ വരുമ്പോ, എന്റെ ചേട്ടൻ എന്നെക്കാളും 5 വയസ്സ് കൂടുതലുണ്ട്, ചേട്ടൻ വരുമ്പോഴും പറയും നമ്മൾ ക്ലാസ്മേറ്റ്സ് ആണ്. നീ കുറച്ചു മുമ്പല്ലേ എന്റെ ക്ലാസ്മേറ്റ് ആണ്. 5 കൊല്ലം തോറ്റു. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ് വരെ. അപ്പൊ 8ാം ക്ലാസ് വരെ പഠിക്കുമ്പോ 5 കൊല്ലം തോക്കും. ഇന്നോ തോറ്റ ഒരു കുട്ടിയെ കാണിച്ചു തരാൻ പറ്റും? ഇല്ല, എല്ലാരും പാസ്സാണ്. അപ്പൊ അങ്ങനെ പാസ്സാവുന്നത് കൊണ്ട്, അങ്ങനെ പാസ്സായവരെ ഒരു പണിയും കിട്ടാത്തപ്പോഴാണ് അവസാന ജോലി B.Ed, എന്നിട്ട് ടീച്ചറാണ്. അവരെ പഠിപ്പിച്ചാൽ പിന്നെ എങ്ങനെയാ? വെറുതെ പറയല്ല. പാലക്കാട് 23 ഹെഡ് മിസ്ട്രസിനെ വിളിച്ചിട്ട് അവര് പ്രസംഗത്തിന് മത്സരത്തിന് കൊടുക്കാൻ പോകുന്ന വിഷയം ഒരു പേപ്പറിൽ എഴുതിയിട്ട്, തുണ്ട് പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞപ്പോ അവര് തന്നതിൽ എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് സ്പെല്ലിംഗ് തെറ്റാണ്. 23 ടീച്ചേഴ്സിൽ 17 പേരുടെ സ്പെല്ലിംഗ് തെറ്റാണ്. അപ്പൊ എഡ്യൂക്കേഷന്റെ സ്പെല്ലിംഗ് അറിയാത്തവരാണ് ഹെഡ് മിസ്ട്രസ്മാര്. എങ്ങനെ ഇരിക്കും പിള്ളേര്? ഗ്രന്ഥം 3 പകർത്തിയിടൽ, മുഹൂർത്തം മൂത്രമായിടുന്ന. 3 പ്രാവശ്യം മുഹൂർത്തം പകർത്തി പോയ അവസാനം മൂത്രമാവും. അറിയില്ല. അങ്ങനെയുള്ളവർക്കും ജീവിക്കാം ഈ ലോകത്ത് എന്നുള്ളത്. അത് ഇവിടുത്തെ മാത്രമല്ല കേട്ടോ കുഴപ്പം. ഹൈദരാബാദിലെ ഒരു മാരി ചെന്നാറെഡ്ഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസ്, എല്ലാ വലിയ സൂപ്രണ്ടന്മാരെ, അത് പോലീസ് സൂപ്രണ്ട് ആയാലും മെഡിക്കൽ സൂപ്രണ്ട് ആയാലും എല്ലാവരും ഒരു കോഴ്സ് കഴിഞ്ഞിട്ടേ അടുത്ത പ്രൊമോഷൻ കിട്ടുള്ളൂ. അപ്പൊ അവര് വന്നിരിക്കുമ്പോ അവര് പറയും 26 വർഷമായി പ്രൊമോഷൻ കിട്ടാത്ത. ഞാൻ പറഞ്ഞു വിട്ടു പോയിക്കൂടെ ഇടുന്നു എനിക്ക്. ഇത് വിട്ടാൽ വേറെ ജോലിയൊന്നും കിട്ടില്ല. അയാൾക്ക് തന്നെ അറിയാണോ ഒന്നിനും കൊള്ളില്ല, പ്രൊമോഷൻ കിട്ടില്ല. അതുപോലെ തന്നെ ഇത് വിട്ടാൽ വേറെ ജോലിയും കിട്ടില്ല. വേറെ ഒന്നിനും കൊള്ളാത്തവനാണ് പ്രൊമോഷന് വേണ്ടി കാത്തുന്നത്. ധൈര്യം വേണം. ആ ധൈര്യം നമുക്ക് ഉണ്ടാവുന്നത് നല്ല സ്കില്ലുള്ളപ്പോഴാണ്. ആ സ്കിൽ ഉണ്ടാക്കിയെടുക്കണം. നല്ല മൂർച്ച ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ആ കഴിവുകൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കണമെങ്കിൽ അവരെ ഇൻഡിപെൻഡന്റ് തിങ്കേഴ്സ് ആക്കണം, ക്രിയേറ്റീവ് ആക്കണം. നമ്മുടെ ഓരോ മന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്നത് അതാണ്. പഠിപ്പിക്കാനല്ല പറഞ്ഞിരിക്കണം. ഏറ്റവും വലിയ ശാപം ഭാരതത്തിൽ പ്രത്യേകിച്ചും ട്യൂഷനാണ്. അങ്ങനെ ട്യൂഷൻ നടക്കുന്ന വില്ലേജിൽ നിന്നും സ്വന്തം കുട്ടി വേറൊരാളെടുത്ത് പഠിക്കാൻ പോകുന്നത് കണ്ടിട്ട് അവനവനായി, ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു, ഞാൻ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് കഴിഞ്ഞപ്പോ എന്റെ കുട്ടി വേറൊരു സ്ഥലത്ത് ട്യൂഷന് പോകുന്നത് കാണുമ്പോ എനിക്ക് എന്തു തോന്നും? നിങ്ങൾ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിച്ച കുട്ടി നേരെ പോയി ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്തു തോന്നും? എന്തു തോന്നും? വിഷമം തോന്നുമില്ലയോ? അപ്പൊ എന്റെ കുട്ടികൾ വേറെ സ്ഥലത്ത് ട്യൂഷന് പോകുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവണം. അങ്ങനെ ആ സ്റ്റേറ്റ് വിട്ട് പോയ ആളാണ് നമ്മുടെ കൗടില്യൻ.
അർത്ഥശാസ്ത്രം എഴുതിയ കൗടിൽ. ആ പോന്ന വഴിക്ക് കണ്ട സാധാരണ ഒരു പയ്യനെ പിടിച്ചിട്ടാണ് ചക്രവർത്തിയാക്കി മാറ്റിയത്. ആലോചിച്ചു നോക്കുക. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിലെ ഇന്നത്തെ ട്യൂഷൻ എന്താണോ ആ അവസ്ഥ ഒരു സ്ഥലത്തും ഉണ്ടാവരുതെന്ന് നമ്മൾ കൗടില്യന്റെ അർത്ഥശാസ്ത്രം വായിക്കുമ്പോഴും ചാണക്യനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ അറിയണം. അതിനുവേണ്ടിയാണ് സോഷ്യൽ സയൻസിൽ ചാണക്യനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ടീച്ചർമാർക്കൊന്നല്ല. ഒബ്ജക്റ്റീവ് അറിയില്ല, സ്കോപ്പ് അറിയില്ല. ഡിഫൈൻ യുവർ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. ഞാനിവിടെ വരുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റീവ് സ്കോപ്പ് ഉണ്ട്. കുറെ കുട്ടികളെ കിട്ടും, കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു ധാരണ എനിക്കില്ല. കാരണം കേരളത്തെ നന്നായിട്ട് അറിയാം. ഒരു ചോദ്യം ഉണ്ടാകും. ഇപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു പാരന്റ്സിനുമായിട്ടുള്ള ഒരു സെഷൻ. 9 മണി മുതൽ 10 മണി വരെ ഓൺലൈനായിട്ട് ഇരിങ്ങാലക്കുടയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല, ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാം. ഇന്ന് ഞാനത് പ്രോസസ് ചെയ്തു. നാളെ ആകുമ്പോഴത്തേക്കും യൂട്യൂബിലിടും. 6000-ഓളം ഞാൻ തന്നെ പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെയും കേൾക്കുമല്ലോ. അസലായിട്ട് ചോദ്യം ചോദിച്ചു. പക്ഷെ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാവരും ഈ പറയുന്ന ഹിന്ദു എന്ന ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളതാണെങ്കിൽ ചോദിക്കുന്നത്. ഒരാഗ്രഹമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ് പോകുമ്പോൾ അത് ക്ലീൻ ആണോ നോക്കിക്കോളൂ. ഉറപ്പാണ്. ആര് ക്ലീനാക്കും, ആര് ശുദ്ധമാക്കും, എങ്ങനെയാണ് ജീവിക്കുന്നത്. നമ്മൾ ചിട്ടകളെ മറന്നിരിക്കുന്നു. ഈ വാക്കുകളിലും പ്രയോഗത്തിലും മാത്രമേ ഉള്ളൂ. പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്തം ജ്യോതിരഹം വിരജാഭിപത്മ ഭൂയാസംഗ സ്വഹാവാക്മന ചുത്രകാള ചിങ്വാരേതോ ബുദ്ധിയാകൃതി. എന്താ ചൊല്ലണേ? ശുദ്ധമാവണമെന്നാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന വേഷം കണ്ടറിയാൻ ശുദ്ധല്ലാണ്. ശുദ്ധത എന്ന് പറയുന്നത്, ക്ലീൻ എന്ന് പറയുന്നത് മനസ്സിൽ നിന്നും വരേണ്ടതാണ്. അത് ശരീരത്തിൽ പ്രാബല്യത്തിൽ വരുന്നതാണ്, എന്റെ ബുദ്ധിയിൽ വരേണ്ടതാണ്, എന്റെ ചിന്തകളിൽ വരേണ്ടതാണ്, എന്റെ സമൂഹത്തിൽ വരേണ്ടതാണ്, എന്റെ ആത്മീയതയിൽ വരേണ്ടതാണ്. അതില്ലാതെ പോയിരിക്കും. അത് മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമൂഹം നമ്മുടെ കുറച്ചു പേർക്കെങ്കിലും. 113ാമത്തെ വാർഷികമാണ്. എത്ര കുട്ടികളിലേക്ക് നമ്മൾക്ക് ഇതെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗുരുവായൂർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കുറെ വയസ്സന്മാർ വന്നിരിക്കുന്നുണ്ട്. ഇവർക്കാണോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്? നിങ്ങളുടെ മക്കളോ? അവർക്ക് വേറെ പണിയുണ്ട്. അപ്പൊ നിങ്ങളോ പണിയില്ലാത്തോണ്ട് വന്നതാണ്. ഇനി നോക്കിക്കോ, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനാകുമ്പോ കറക്റ്റ് ആയിട്ടായാലും പേര്. ഇന്നലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, കണ്ണെടുക്കാൻ വേണ്ടിട്ട് വന്നു. കൃത്യമായിട്ടാണ് ഭക്ഷണം ഫ്രീ കൊടുക്കുന്ന പരിപാടി നിർത്തണം. ഡൽഹിയിലും ഇതേപോലെയായിരുന്നു. സപ്താഹം നടക്കുമ്പോ ആകെ 8 പേരെ ഉണ്ടാവുള്ളൂ. ഉച്ചയാകുമ്പോഴത്തേക്കും ഭക്ഷണം തുടങ്ങാറാകുമ്പോഴത്തേക്കും ഇവിടുന്ന്, അന്ന് വാട്സപ്പ് ഒന്നുമില്ല, SMS ആണ്. SMS-ലേക്കും ഭക്ഷണ സമയമായി വന്നോളാൻ. അപ്പൊ എല്ലാരും വീട് ഫുൾ ഫാമിലി വരും. കാശ് കൊടുത്തിട്ട്, ചില്ലറ കാശ് കൊടുത്തിട്ട് അവിടെ നടത്തും. നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ പോയിട്ട് കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കട്ടെ. ഇവിടെ ഉള്ള സ്ത്രീകളുണ്ടല്ലോ, കുറേ കുടുംബ സ്ത്രീകളുണ്ട്. അവരോടൊക്കെ ഓരോരോ സ്റ്റാൾ ഉണ്ടാക്കാൻ പറയാം. അവിടെയൊക്കെ കാശ് കൊടുക്കുക, കാശ് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുക. എത്ര പേരുണ്ട്? സീരിയസ് ആയിട്ടുള്ളവരെ വരുള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്, എന്തിനാണ് ഇത് നടത്തുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അല്ല ഏതെങ്കിലും ഒരു മഹത്വ വ്യക്തി വരുമ്പോ ഹോൾഫുള്ള നാദ്യത്തെ മാത്രം വിളിച്ചൊരു പാർട്ടി പരിപാടി നടത്തിയ പോലെ. ഉപനിഷത്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. വേദവും വേണ്ട, ഉപനിഷത്തും വേണ്ട. ഇപ്പൊ വേണ്ട തർക്കശാസ്ത്രമാണ്. അതുകൊണ്ടാണ് എല്ലാ വലിയ കമ്പനികളിലൊക്കെ ജോലി കിട്ടുന്നത്. ഞാൻ അവസാനം ജോബ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി, KL യൂണിവേഴ്സിറ്റിയിലെ എന്റെ പണി ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്നാണ്. സാധാരണ ക്യാമ്പസിലുള്ള കുട്ടികളെ എങ്ങനെ കോർപ്പറേറ്റ് കമ്പനിയിലേക്ക് എത്താം. അപ്പൊ അവിടെ ഡിസ്കഷൻസ് ആണ്, ഡിബേറ്റ്സ് ആണ്. സെലക്ഷൻ പ്രോസസ് ഡിബേറ്റ്സ് ആണ്, തർക്കശാസ്ത്രം. തർക്കിക്കണം. എന്തിനാണ് എന്ന് ചോദിക്കണം. എന്തിന ധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കേണം. തയ്യാറാവണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? ഓരോ വസ്തുവിലും ചോദിക്കും, എങ്ങനെ കിട്ടി, എന്തിന് കിട്ടി, എവിടുന്ന് കിട്ടി, എവിടെ ഉപയോഗിക്കാം? ഈ ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാകും. ആ ധീരതയാണ് ഭാരതത്തിന്റെ പുത്രന്മാരിൽ കാണേണ്ടത്. ഇത്രയും പറയാൻ കാരണം, ആ ധീരതയുള്ളവര്, ഇന്നലെ കുറെ ചോദ്യങ്ങൾ ഞാൻ കേട്ടു. പക്ഷെ ഒരേ ചോദ്യം ഒരേ സ്ഥലത്ത് ഇത് എത്രയോ ചോദ്യങ്ങൾ കേട്ട് ഞാൻ പ്രവീൺ ഏതൊരു പ്രാവശ്യം ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, വിളക്കിൽ തിരികെത്തിയത് ഇതില്ലെങ്കിലേ ഇപ്പൊ മനസമാധാനക്കാണ്. കാരണം സ്ഥിരമായിട്ട് ഇതാ ചോദിക്കാം. നമ്മൾ തപ്പെ കാണുന്ന ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. അതല്ല, ലോകത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കുട്ടികളിലേക്ക് എത്തിക്കാൻ എന്ത് സാധിക്കുമെന്നല്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ മാറും. കുറെ മനക്കെട്ടു, കുറെ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. ഇന്നലെ ഇദ്ദേഹത്തിന്റെ ബ്രദർ റെഫർ ചെയ്തിട്ടുള്ള രഘു ആണ് എന്നെ കൊണ്ടുപോയത്. രഘുവിന്റെ മകൾക്ക് പോലും ഈ ഒരു മെസ്സേജ് ഇല്ല.
ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ കണ്ട ഒരു സാമ്പിൾ കുട്ടി, ഈ കമ്മിറ്റിയൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ള ഒരു കുട്ടിയുടെ അടുത്ത് പോലും ഇന്നത്തെ പരിപാടിയിൽ ഇങ്ങനെ ഒരു പരിപാടിയാണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവർ പഠിക്കുന്ന മാതാമൃതാനന്ദയുടെ സ്കൂളിൽ ഇത് അറിയിച്ചിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല. സ്കൂളിൽ അറിയിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് ആന്ന് പറയും, എന്നിട്ട് തിരിഞ്ഞു വന്നിട്ട് പണി. ഇതായി നമ്മുടെ സ്വഭാവം. നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം. മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ, യെസ് എന്ന് പറയേണ്ടടുത്ത് മാത്രം പറയാൻ ധൈര്യമുള്ളവരായിട്ട് നമ്മൾ മാറും. ഒരാളെയും ഭയപ്പെടുന്ന കാര്യം. പിന്നെ അങ്ങനെ കുറെ പേരെ പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ വരുന്നത്. കാരണം നമുക്കറിയാം യൂത്ത് ഉണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവില്ല. ഇപ്പം ഇദ്ദേഹം ആദ്യം പറഞ്ഞത് ഇവരൊക്കെ എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് മാറിയിരിക്കണം എന്നാ. ഒരാളും അരങ്ങേറ്റില്ല. ഞാൻ മാറില്ല, ബാക്കിയുള്ളവർ മക്കളെ ഒരു 2-3 പേര് ഇങ്ങോട്ട് മാറി, അത്രേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിലോ പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കാം ഇല്ല. എന്നാ ശരി, ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ഡെൻസ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഇല്ല, കാരണം അവിടെ ഇരുന്നാൽ നേരെ ഭക്ഷണത്തിനടുത്ത് നേരെ പോവാം. അതുകൊണ്ടായിരിക്കും കുറെ ബാക്കിൽ ഇരുന്നാൽ ബോറടിക്കുമ്പോൾ തിരിച്ചു പോകാലോ എന്നാണ്. ആദ്യം നന്ദി പറയുന്നത് വരാത്തവർക്കൊക്കെ നന്ദി. രണ്ടാമത് നന്ദി പറയേണ്ടത് ആദ്യം എഴുന്നേറ്റ് പോകുന്നവർക്ക്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പഴയ സംഭാവനകൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംബോധിച്ച് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും ദിവ്യ അംഗമുള്ള ഒരു വ്യക്തി ഇവിടെ വന്നിട്ട് ആ ദിവ്യ അംഗത്വത്തെ എങ്ങനെ ഒരു അഭിഭാഷകനെ പോലെ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അത് നമ്മുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പറയാ അഡ്വേഴ്സിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻടു അഡ്വക്കസി എന്നാണ് അങ്ങയുടെ പണി. അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പോരായ്മയാണ്. ആ പോരായ്മയെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് മാറ്റാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നെങ്കിൽ അതിലപ്പുറം എന്റെ ഭാഗ്യം എന്താ വേണ്ടെന്ന് പറയും അല്ലേ? എന്റെ ഈ ഒരു പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു മഹാവ്യക്തിയെ എനിക്ക് കിട്ടി എന്ന് പറയുന്നത് ഞാൻ കുറെ കാലമായിട്ട് കാണണമെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനൊരു വ്യക്തി ഉണ്ട്, കാണണം. 2 പാട്ടെങ്കിലും പാടേണ്ടതാണ് അല്ലേ? നിങ്ങൾ എന്താ പറയാണ്ടിരുന്നത്? ഞാൻ പണ്ട് കോട്ടയത്ത് വന്ന സമയത്ത് ദിവ്യ എസ് അയ്യർ IAS എന്നൊന്നും പറയാറില്ല. ദിവ്യ എസ് എന്റെ കുട്ടിയാണ്. കാരണം ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ എന്റെ അഡ്മിനിസ്ട്രേറ്ററുടെ മകളാണ്. അപ്പൊ അന്നേ എനിക്കറിയാം, 10ാം ക്ലാസ് മുതലേ എനിക്കറിയുന്നതാണ് നിങ്ങളുടെ ആ സമയത്തെ കലക്ടർ. എന്റെ ഒരു പരിപാടിയിൽ ഇനോഗ്രേഷൻ വന്നു. പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഉടനെ ഓഡിയൻസ് എന്നാ ഒരു പാട്ട് പാടുക. അവർക്ക് നല്ല ദേഷ്യം വന്നു. എന്താ കാരണം അറിയാം? വലിയ കാര്യങ്ങൾ പറയാമെന്ന അവസാനം പാട്ട് പാടിക്കലാണ്. പക്ഷെ ഇദ്ദേഹത്തിന് അത് പോരാ, നമ്മൾ പാടാൻ പറയണം. ഈ ഒരു അവസ്ഥയിൽ പോയിട്ട് അല്ലേ, ആരടുന്നാ പഠിച്ചത്? ചെറിയ ആടുന്നൊന്നല്ല, നമ്മുടെ നാട്ടുകാരനാ കൈതപ്പുറം. നമ്മുടെ പാഞ്ചജന്യത്തിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. നമ്മളൊക്കെ ആ കമ്മിറ്റിയിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബ്രദർ വളരെ പ്രസിദ്ധമായിട്ടുള്ള യോഗ സെന്റർ എറണാകുളം നടത്തുന്ന ആളാണ്. അപ്പൊ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് ആളെടുത്താണ് പഠിച്ചതെന്ന് പറയുന്നത് പാരമ്പര്യത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഗുരുക്കന്മാരെടുത്ത് പോവുകയാണെങ്കിൽ ആദ്യം അയാളോട് ചോദിക്കുക നിങ്ങളുടെ ഗുരു ആരാണ്. അയാൾ പറയാൻ തയ്യാറല്ലാത്ത കുറെ മഹാന്മാർ ഈ ലോകത്ത് മഹാനാണെന്ന് നടിച്ച് നടക്കുന്നുണ്ട്. അവരോട് ചോദിക്കാം നിങ്ങൾ പഠിച്ചിട്ടുള്ള, നമ്മളൊക്കെ ചൊല്ലുന്ന അങ്ങനെയാണ് അല്ലേ? ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അവിടെ നിർത്തരുത്. ഗുരു ബ്രഹ്മാവാണെന്ന് എനിക്ക് പറയാം, പക്ഷേ ബ്രഹ്മാവ് നേരിട്ട് എന്റെ അടുത്ത് കയറി വരാൻ നമ്മൾ അത്ര പ്രവീണുള്ള ആളാണെന്ന് ആരെങ്കിലും ഒക്കെ ധരിക്കണമെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്ത് പറഞ്ഞത്? സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ. പിന്നെ കുറെ ആചാര്യന്മാരുടെ പടത്തിനെ വെച്ചിരിക്കുന്നത് അസ്മത് ആചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര. ആ പരമ്പരയിൽ പെട്ടിട്ടുള്ള ആളാണ് ഞാൻ എന്ന് ഒരു പ്രഭാഷണത്തിനിടയിൽ ഞാൻ ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടിന്റെ ശിഷ്യനാണെന്നും സ്വാമി രാമയുടെ ശിഷ്യനാണെന്നും പറയാതെ പോയാൽ ഞാൻ ചെയ്യുന്ന മഹാപാപാണ്. അതെന്റെ മനസ്സിലെങ്കിലും തോന്നിയിട്ടേ ഞാൻ തുടങ്ങാവൂ. ആ തോന്നൽ നമുക്കുണ്ടാവും. ആ ഗുരു പരമ്പര ഇന്ന് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞ കോളേജില് കുട്ടികളെ അസൈൻ ചെയ്യും. അതല്ല, അത് ഭാരതീയ പാരമ്പര്യത്തിൽ പണ്ടേ ഉണ്ടായിരുന്ന ഗുരു പരമ്പരയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അജ്ഞാന തിമിരന്തസ്യ, അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചവരാണ് നമ്മൾ. തിമിരം കാറ്ററാക്റ്റാണ്. കാറ്ററാക്റ്റിന് പണ്ടേ മരുന്നുണ്ടായിരുന്നു. ഈ കവിത ചൊല്ലുമ്പോൾ അതിനകത്ത് സയൻസ് ഉണ്ട്. അജ്ഞാന തിമിരന്തസ്യ, അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ച എനിക്ക് ജ്ഞാനാഞ്ജന ശലാകയ, ജ്ഞാനമാകുന്ന കന്മഷി വരുത്തി തരുന്ന അങ്ങാണ് എന്റെ ഗുരു.
ആ ഗുരുവിനെ ഞാൻ കാണുന്നു. അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതംയേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരുവിനെ ഞാൻ നമിക്കുന്നു. അത് ബ്രഹ്മാവല്ല, ഗുരുവാണ്. അപ്പൊ ഗുരുക്കന്മാരില്ലാതെ പ്രസിദ്ധന്മാരായി നടക്കുന്ന പലരെയും നമുക്ക് കാണാൻ പറ്റും. അവർ 2 ശ്ലോകമെങ്കിലും ബേസിക് ആയിട്ട് ചൊല്ലാൻ പറ്റുന്നവരാണോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ നമ്മളൊരു കൾട്ടിൽ പെട്ടിരിക്കുന്നു, അന്ധതയിൽ പെട്ടിരിക്കുന്നു. അവരെ പിന്നാലെ പോവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക ബിസിനസ്സാണ് അവരുടെ മാർഗം. പോരാ, കൃത്യമായിട്ട് പോപ്പുലാരിറ്റി അല്ല, അറിവ്, അതായിരുന്നു ഭാരതത്തിന്റെ പാരമ്പര്യം. അപ്പൊ ഇത്തരം സമ്മേളനങ്ങളിൽ പോപ്പുലാരിറ്റി അല്ല, 10 പേര്, പക്ഷെ 10 പേര് പഠിക്കാൻ തയ്യാറാവുകയും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുകയും സംവാദങ്ങൾ ഉണ്ടാവുകയും ചർച്ചകൾ ഉണ്ടാവുകയും തർക്കമുണ്ടാവുകയും വേഗയാണ് വേണ്ടത്. പ്രഭാഷണങ്ങൾ കേൾക്കാൻ വളരെ എളുപ്പമാണ്. അത് യൂട്യൂബിൽ സ്ഥിരമായിട്ട് വരുന്നു. നമ്മുടെ ജന്മം 10 ജന്മം ഉണ്ടായാൽ തീരില്ല യൂട്യൂബിലെ. നമുക്കിഷ്ടമുള്ളത് മാത്രം കേട്ട് തീരാൻ അത്രയും ഉണ്ട് അവിടെ. ഒന്ന് നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. അല്ലേ, നാരായണ തപോവന സ്വാമികളുടെയൊക്കെ ഭഗവത്ഗീത എത്രയോ കിടക്കുന്നു. അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ചിദാനന്ദപുരി സ്വാമികളുടെ 18 അധ്യായം 18 പുസ്തകങ്ങളാണ്. പറ്റുമോ? എനിക്ക് പറ്റില്ല. പിന്നെ ഞാനെന്തിനാ പറയണേ? അതിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ആവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആവാൻ സാധിക്കുമെങ്കിൽ അതാവട്ടെ. നമ്മൾ ഓരോരുത്തരും ടോർച്ച് ബെയറേഴ്സ് ആണ്, സ്ട്രീറ്റ് ലൈറ്റുകളാണ്. എവിടത്തേക്കോ ഉള്ള വഴി കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ആവാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. അപ്പൊ അതിനുതകുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷമാണ്. അഡ്വക്കേറ്റ് രാജഗോപാലൻജിയും കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പും ഉള്ളവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടാണ് രാജഗോപാൽജിയുടെയും ശ്രീകുമാർജിയുടെയും ഒക്കെ പേര് പറയുന്നത്. ബാക്കിയുള്ള എല്ലാവരെയും, വിജയകുമാർജി ഇപ്പം നന്ദി പറയാൻ പോകുന്നുണ്ട്, അവരെയും ഒക്കെ ചേർത്തുകൊണ്ട് നന്ദി, നമസ്കാരം.